ശബ്ദത്തേക്കാൾ മൂന്ന് മടങ്ങ് വേഗത്തിൽ പോകുന്ന ക്രൂയിസ് മിസൈൽ അത് ചെന്ന് പതിച്ചത് അവരുടെ പല ഇമ്പോർട്ടന്റ് കേന്ദ്രങ്ങളുമായിരുന്നു. ന്യൂക്ലിയർ ഫെസിലിറ്റീസുകളിലായിരുന്നു എന്നാണ്. ന്യൂക്ലിയർ ബ്ലാക്ക് മെയിൽ ഒന്നും ഇങ്ങോട്ട് വേണ്ട, പോയി പണി നോക്കാൻ പറഞ്ഞു. കിനാര കുന്നുകളിൽ എന്ത് സംഭവിച്ചു? മല തുറന്ന് അതിന്റെ അകത്ത് അവന്മാർ ന്യൂക്ലിയർ സ്റ്റോക്ക് പൈൽ വെച്ചിട്ട് നമ്മുടെ ബ്രഹ്മോസ് എന്ന് അതിന്റെ മൂട്ടിലടിച്ചു. അവിടെ ഇപ്പൊ നമ്മൾ ബോംബിട്ട് അത് പൊട്ടത്തില്ല. പക്ഷെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ന്യൂക്ലിയർ മെറ്റീരിയൽ പുറത്തു വന്നാൽ ലീക്കേജ് ന്യൂക്ലിയർ ലീക്കേജ് എന്ന് വെച്ചാൽ റേഡിയോ ആക്റ്റീവ്നെസ് സംഭവിച്ചുകൊണ്ടേ. ന്യൂക്ലിയർ റേഡിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എക്യുപ്മെന്റ്സ് ഫിറ്റ് ചെയ്ത ഒരു എയർക്രാഫ്റ്റ് അവരുടെ ആ ബേസിൽ ചെന്ന് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല. ഈജിപ്തിൽ നിന്ന് മറ്റൊരു കാർഗോ ഫ്ലൈറ്റ്, അൺഷെഡ്യൂൾഡ് കാർഗോ ഫ്ലൈറ്റ്, അതായത് ഷെഡ്യൂൾ ചെയ്യാത്ത കാർഗോ ഫ്ലൈറ്റ് ഒന്നും ഇതേ ബേസിൽ ഇറങ്ങുന്നു. ഇവരെ ഈ പട്ടാളക്കാരെ എവിടെ വെച്ചിട്ട് പറയാൻ ഞങ്ങൾക്ക് പാക് ഒക്കുപ്പൈഡ് കാശ്മീർ നിങ്ങൾ ഒക്കുപ്പൈഡ് ചെയ്തിരുന്ന കാശ്മീർ ഞങ്ങൾക്ക് തിരിച്ചു തരണം എന്നാൽ ഇവർ വിട്ടു തരത്തുള്ള പറയാനോ അതിനുള്ള ധൈര്യം കാണിക്കണം. ഇവരെ ഫ്രീ ആയിട്ട് വിട്ടുകൊടുത്തു. നമ്മുടെ പാവപ്പെട്ട പട്ടാളക്കാരെ അവന്മാര് തിരിച്ചു തന്നില്ല, അവന്മാരെ ദ്രോഹിച്ച് അവിടെ പോകുന്നു. ഇതാണോ ഇവര് പറയുന്ന നഷ്ടമുള്ള സ്ഥിതി? ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം. പിന്നെ ഓട്ട് പോകും, താൻ പോടോ, താൻ ഇതിനകത്ത് ഇറക്കി കയറുന്ന ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം. അദ്ദേഹം പറഞ്ഞ യുദ്ധമാകുമ്പോൾ അപ്പുറം ഇപ്പുറം നഷ്ടങ്ങൾ സംഭവിക്കും. ഞങ്ങളുടെ എല്ലാ പൈലറ്റുമാരും തിരിച്ചു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിന്റെ കുറെ പൈലറ്റുമാരെ പാകിസ്ഥാന്റെ കൊടിയിൽ മടക്കി കെട്ടി തിരിച്ചു വിട്ടിട്ടുണ്ടെന്ന് അർത്ഥം. അവന്മാർക്ക് നഷ്ടപ്പെടാൻ 1 കിലോ ആട്ടയേ ഉള്ളൂ. ഭാരതത്തിന് നഷ്ടപ്പെടാനിരിക്കുന്നത് ഭാരതത്തിന്റെ വികസിത ഭാരതം എന്ന സ്വപ്നമാണ്. ഈ അലബലാദികളോട് അടികൂടി നമുക്ക് നഷ്ടപ്പെടുത്താൻ കഴിയുന്നില്ല. നമ്മ ഇതിന്റെ ഇടയ്ക്ക് കയറി ചെയ്യാൻ നോക്കി. ഭാരതം വ്യക്തമായിട്ട് പറഞ്ഞു ഞങ്ങൾ ആരോടും സപ്പോർട്ട് ചോദിച്ചിട്ടില്ല, ഞങ്ങൾ ആരോടും വീഡിയോസ് ചോദിച്ചിട്ടില്ല. പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയോട് ചോദിച്ചു നിങ്ങൾ ഫ്ലൈറ്റ് വെടിവെച്ചിട്ടെന്ന് പറയുന്നു, തെളിവെന്തെന്ന് ചോദിച്ചു. സോഷ്യൽ മീഡിയയിലുണ്ടെന്നാണ് പറയുന്നത്. ഇയാൾക്കൊക്കെ നാണമുണ്ടോ? ഭാരതത്തിന്റെ ഒരു കോണിൽ പോലും ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ സാധിച്ചില്ല. ഹൈടെക് ഫ്ലൈറ്റ് പൊങ്ങണ്ടേ, പൊങ്ങാനുള്ള സ്ഥലം വേണ്ടേ? നമ്മൾ അവരുടെ റൺവേ എല്ലാം അടിച്ചു കാണും. തലേന്ന് വരെ പറഞ്ഞിരുന്നത് അയ്യോ ഞങ്ങളെ പാകിസ്ഥാനി സഹോദരന്മാരെ അവിടെ കൊല്ലുന്നേ, നമുക്ക് വേണ്ട സമാധാനമാണ്. മറക്കെ ഇരട്ടത്താപ്പ് അതെ ആക്ച്വലി വിളിച്ചോട്ട് പോടാ. കഴിഞ്ഞ ഒരാഴ്ച നമ്മള് വീഡിയോകളൊന്നും ഇട്ടില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം മറ്റൊന്നുമല്ല, ഒരു യുദ്ധ സമാനമായ സാഹചര്യത്തിലൂടെയാണ് ഭാരതം കടന്നുപോകുന്നത്. അതിന്റെ ഇടയ്ക്ക് എത്ര പേര് വേണമെങ്കിലും നമ്മൾ വീഡിയോ കണ്ടോട്ടെ, കുറച്ച് കണ്ടോട്ടെ, കൂടുതൽ കണ്ടോട്ടെ, എത്രയായിരുന്നു കണ്ടോട്ടെ, നമ്മളെയും കൂടെ ഒരു അൺവാറന്റഡ് ഒപ്പീനിയൻ വെളിയിലേക്ക് ഇടണ്ട എന്നുള്ളൊരു പൂർണ്ണ ബോധ്യം ഉള്ളത് കൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഇപ്പോൾ ദൈവം അനുഗ്രഹിച്ച് ഒരു സമാധാനത്തിന്റെ ഒരു വെളിച്ചം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പാകിസ്ഥാൻ ഇപ്പോഴും ഡ്രോണുകൾ വിട്ട് ചൊറിയുന്നുണ്ടെങ്കിലും സമാധാനത്തിന്റെ ഒരു വെളിച്ചം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പം എന്താണ് പഹൽഗാം തൊട്ട് സിന്ദൂരിലൂടെ വെടിനിർത്തൽ വരെ നടന്നത് എന്നുള്ളതിന്റെ ഒരു രത്ന ചുരുക്കം ചെയ്യാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് എപ്പോഴാണ് നിനക്ക് കയറി പറയണമെന്ന് പറഞ്ഞത്? പഹൽഗാം ആക്രമണത്തിന് 14 ദിവസത്തിന് ശേഷമാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ ചെയ്യുന്നത്. ഒരു വളരെ കാൽക്കുലേറ്റഡ് ആയ പ്രിസൈസ് ആയ ഒരു ആക്രമണമായിരുന്നു പെഹൽഗാമിന് എതിരായിട്ട് നമ്മൾ സിന്ധുവിലൂടെ സാധിച്ചിട്ടുള്ളത്. പാകിസ്ഥാനിന്റെ ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ-ഇ തോയ്ബയുടെയും ഒക്കെ ആസ്ഥാനങ്ങൾ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ പറഞ്ഞതുപോലെ യൂണിവേഴ്സിറ്റീസ് ഓഫ് ടെററിസം, വിശ്വവിദ്യാലയങ്ങൾ, ടെററിസത്തിന്റെ യൂണിവേഴ്സിറ്റികളെ ബ്രഹ്മോസ് ഉപയോഗിച്ച് തകർക്കുകയാണ് നമ്മൾ ചെയ്തത്. 21 ടാർഗറ്റുകൾ ഫൈനലൈസ് ചെയ്ത് അതിൽ 9 ടാർഗറ്റിനെ കൃത്യമായി കടുകിട വിടാതെ എന്ന് പറയത്തില്ലേ, ആ കടുകുമണി പ്രിസിഷനോടെ നമ്മൾ ആ യൂണിവേഴ്സിറ്റികൾ തന്നെയാണ് ടെററിസത്തിന്റെ യൂണിവേഴ്സിറ്റി, അവരെ കയറി അടിച്ച് നശിപ്പിച്ച് ഭസ്മമാണ്. അത് ഭാരതം ലോകത്തോട് തന്നെ നൽകുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. If we want to do something, we can do that and we will do that. നമുക്കൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കൊണ്ട് അത് സാധിക്കും, ഞങ്ങളത് ചെയ്തിരിക്കും. ഭാരതം ഒരിക്കലും പാകിസ്ഥാനിലെ സാധാരണക്കാരായ ജനങ്ങളോട്, സിവിലിയൻസിനോടല്ല യുദ്ധം നടത്തിയത്. പാകിസ്ഥാന്റെ പട്ടാളത്തോട് പോലും നമ്മൾ യുദ്ധം നടത്തിയത്.
നമ്മൾ യുദ്ധം നടത്തിയത് കൊടും ഭീകരരായിട്ടുള്ള വ്യക്തികളോട്. എത്രയോ തവണ ലോകത്തിന്റെ പല ഭാഗത്ത്, ഇന്ത്യ പോട്ടെ, ലോകത്തിന്റെ പല ഭാഗത്ത് ഭീകരാക്രമണങ്ങൾ നടത്തിയ ഒരു കൂട്ടം ആൾക്കാരിലേക്ക്, അവരുടെ വേരുകളിലേക്ക്. സാധാരണ നമ്മൾ ഒരു ഭീകരനെ കണ്ടുപിടിച്ച്, ഒരു ആക്രമണത്തിന് ശേഷം ഒരു ഭീകരനെ കണ്ടുപിടിച്ച്, അജ്മൽ കസബ് ആയിക്കോട്ടെ, അവനെ പിടിച്ചു തൂക്കിക്കൊന്നു എന്ന് പറയുമ്പോൾ ആ ഭീകരത എന്ന പടുവൃക്ഷത്തിന്റെ ഫലങ്ങളെയോ പൂക്കളെയോ ആണ് നമ്മൾ നശിപ്പിച്ചത്. ഭീകരത എന്ന പടുവൃക്ഷത്തിന്റെ ഫലങ്ങളെയോ പൂക്കളെയോ ആണ്. ഇത്തവണ നമ്മൾ ചെയ്തത് അതിലേക്കൊന്നും ആയിരുന്നില്ല, അതിന്റെ വേരിലേക്ക് തന്നെയായിരുന്നു. ആ വേരറക്കുക എന്ന ഉദ്ദേശത്തോട് തന്നെയായിരുന്നു ഭാരതം ചെയ്തത്. ഭാരതത്തിന് വേണ്ടി മാത്രമല്ല, ലോകത്തിനു വേണ്ടി കൂടിയാണ്. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാരതം തന്നെ ഇത് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ ലോകത്തിന് തന്നെ ഉണ്ടാകണം, ഭാരതത്തിന് മാത്രം ചെയ്യും. നമുക്ക് മാത്രം ഒരു കാര്യം ചെയ്യണം, അത് ചെയ്യും. നമ്മളെയും കൂടെ ലോകത്തിന്റെ ഭാഗമായിരിക്കുന്നത് കൊണ്ട്, വി ആർ എ സബ്സെറ്റ് ഓഫ് ദ വേൾഡ്, it is also affecting us. But what we have done as a whole, it is going to benefit the entire humanity. യൂറോപ്പിലായാലും അമേരിക്കയിലായാലും ഓസ്ട്രേലിയയിലായാലും ലാറ്റിൻ അമേരിക്കയിലായാലും മിഡിൽ ഈസ്റ്റിലായാലും ഈസ്റ്റേൺ ഏഷ്യയിലായാലും എവിടെയാണെങ്കിലും ഭീകരതയ്ക്ക് ഒരു താങ്ങ് തടിയായിട്ട് നിന്ന ഒരു വൃക്ഷം, അതിന്റെ വേര്, അവിടെ അതിനെ വെള്ളമൊഴിച്ച് വളർത്തിയെടുത്ത പാകിസ്ഥാൻ എന്ന രാജ്യത്തിനകത്തെ ഭീകരതയ്ക്കെതിരെ ഗവൺമെന്റ് സപ്പോർട്ടോടുകൂടിയാണ് ഭാരതം പറയുന്നത്. ആ ഭീകരതയ്ക്കെതിരെയാണ് നമ്മൾ അറ്റാക്ക് ചെയ്തത്. പിന്നെ നമുക്ക് അതിനുശേഷം കാണാൻ സാധിച്ചത് പാകിസ്ഥാന്റെ ഒരു ബരാഷ് ഓഫ് അറ്റാക്ക്, തിരിച്ചുള്ള ഒരു അറ്റാക്കായിരുന്നു. കാര്യം അവരുടെ സോവറിനിറ്റി ചോദ്യം ചെയ്തു എന്നുള്ള രീതി നമ്മൾ അവരുടെ സോവറിനിറ്റി ചോദ്യം ചെയ്തിട്ടില്ല. അബാട്ടാബാദിൽ എന്താണോ അമേരിക്ക ചെയ്തത്, അബാട്ടാബാദിൽ ആരും അറിയാതെ അവരുടെ സ്പെഷ്യൽ ഓപ്സ് ടീം ഹെലികോപ്റ്ററിൽ ഇറങ്ങി അവിടെ വീട്ടിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന ബിൻ ലാദനെ ഇടികൊടുത്ത് വെടിവെച്ച് പിടിച്ചോണ്ട് പോയ എന്ത് കർത്തവ്യമാണോ അമേരിക്ക ചെയ്തത്, അത് മാത്രം നമ്മൾ ചെയ്തു. അവര് ഒരു ഹെലികോപ്റ്ററിൽ അവിടെ ചെന്ന് ആരും അറിയാതെ ഇറങ്ങി എന്നുള്ളത് ഒരു കാര്യം. നമ്മള് ഭാരതത്തിന്റെ അതിർത്തിക്ക് വെളിയിൽ പോകാതെ ഭാരതത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ മോസ്റ്റ് മോഡേൺ, മോസ്റ്റ് സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഇരുന്ന് അവരുടെ വീട്ടിൽ കയറി അടിച്ചു. അതാണ് ഭാരതം ചെയ്തത്. വളരെ സിമ്പിൾ ആയിട്ട് അതാണ് ഭാരതം ചെയ്തത്. അവരുടെ എല്ലാ ബേസുകളും, ആ ബേസുകളുടെ ഫോട്ടോ അവർ തന്നെ എടുക്കുന്നുണ്ട്. വീഡിയോകളിൽ ഇപ്പോൾ ഇന്റർനാഷണൽ മീഡിയയിലെല്ലാം ഇങ്ങനെ കിടക്കണം. തകർത്ത് തരിപ്പണമാക്കിയെന്ന് പറഞ്ഞാൽ അതിനേക്കാളും ഭസ്മമാക്കി. അവിടെ ആകെ ഉള്ളത് കുറെ, ഇപ്പൊ അവിടെ അവശേഷിക്കുന്നത് കുറെ മൺകട്ടകളും സിമെന്റ് കൂമ്പാരങ്ങളും പൊങ്ങി നിൽക്കുന്ന കമ്പിയും മാത്രമാണ്. അതല്ലാണ്ട് അവിടെ യാതൊന്നും വിധത്തിലുള്ള സാധനങ്ങളും ഇല്ലാത്ത രീതിയിൽ ഭാരതം ഭസ്മമാക്കി. ഇനി ഇതിനെതിരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ഡ്രോണുകളുടെ ഒരു വൻ അഴിച്ചു വിടുകയായിരുന്നു. ഇന്നലെ നമ്മുടെ DGMO പറഞ്ഞ പോലെ ഒരു തിരമാല കണക്കെ വരികയായിരുന്നു ഡ്രോണുകൾ. വെയിറ്റ്സ് ഓഫ് ഡ്രോൺസ്, വെയിറ്റ്സ് എന്ന് പറഞ്ഞാൽ തിരമാല കണക്കെ എന്നുള്ളതിനേക്കാളും കൂടുതൽ പിന്നെ പുറകെ ഡ്രോൺസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്റ്റോപ്പ് ഇല്ലാതെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം, ഏതോ ഒരു ദിവസം 8-ാം തീയതി 9-ാം തീയതി രാത്രിയിൽ അതിനെക്കുറിച്ച് DGMO പറഞ്ഞത് 400 ഡ്രോണാണ് ഭാരതത്തിന്റെ വടക്കേ അറ്റം മുതൽ ഗുജറാത്ത് വരെയുള്ള പ്രദേശങ്ങളിൽ 400 ഡ്രോണുകളാണ് അവർ അഴിച്ചുവിട്ടത്. കൂടാതെ അവരുടെ മറ്റു മിസൈലുകളും തുടരെ പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭാരതത്തിന്റെ ഒരു കോണിൽ പോലും ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ സാധിച്ചില്ല. നമ്മളുടെ ആന്റി ഏരിയൽ ഡിറ്റക്ഷൻ സിസ്റ്റം എല്ലാം കൃത്യമായിട്ട് അതിനകത്ത് ഇന്നലെ DGMO വന്നപ്പോഴാണ് വളരെ ഇതായിട്ട് വരുന്നത്. ഞങ്ങൾക്ക് 3 ലെയർ ആയിട്ടാണ്. ആദ്യത്തെ ലെയർ പഴയ ആയുധങ്ങളൊക്കെയാണ്, പണ്ട് വെച്ചിട്ടുള്ള തോക്കും വെടിയുണ്ടയും. പണ്ട് എങ്ങനെയാണ് ഒരു സാധനം വെടിവെച്ചിരുന്ന വെടിവെച്ചിരുന്ന പരിപാടി ഉണ്ടപ്പോൾ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റംസ് ആണ്. ബട്ട് സ്റ്റിൽ അങ്ങനെയുള്ള സിസ്റ്റം ഉണ്ട്. രണ്ടാമത്തേത് ഒരു മിഡിൽ ആയിട്ടുള്ള സിസ്റ്റം ഉണ്ട്. മൂന്നാമത്തെയാണ് നമ്മുടെ S-400 സുദർശന ചക്രം എന്നൊക്കെ പറഞ്ഞ ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സാധനം വരുന്നത്. അതിങ്ങനെ 3 ലെയറാണ്. നിനക്ക് ഒരു ക്രിക്കറ്റിന്റെ ഇത് വെച്ച് തന്നെയാണ് വന്നത് അദ്ദേഹം പറഞ്ഞത്.
ഇതിന് ഉദാഹരണമായിട്ട് വന്നത്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റേ അടിച്ചിരിക്കും. ഒരെണ്ണം ആദ്യത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ട രണ്ടാമടി, രണ്ടാമത്തിൽ നിങ്ങൾ രക്ഷപ്പെട്ട മൂന്നാമടി. അത് കഴിഞ്ഞിട്ട് ഭാരതത്തിൽ കയറാൻ നിങ്ങളെ കൊണ്ട് സാധിക്കത്തില്ല, അവരെ കൊണ്ട് സാധിച്ചില്ല. പിന്നെ ബഹുമാനത് സ്ഫോടക വസ്തു നടത്തി വിട്ടത് കൊണ്ട് സിവിലിയൻസ് 1-2 പേര് മരിച്ചതിന്റെ കാരണം അത് മോട്ടാർ ആക്രമണം, മോട്ടാർ ഷെൽ ആക്രമണത്തിലാണ് മരിച്ചത്. ഡ്രോൺ വന്ന് വീണിട്ട് കൃത്യമായിട്ട് ആൾക്കാർ മരിച്ചതായിട്ട് ഉണ്ട്, 1-2 ആൾക്കാർ മരിച്ചു. പക്ഷെ അതും ഭാരതത്തിലെ ഒരു ജീവൻ, ഭാരതത്തിന്റെ ഒരു ജീവന് നഷ്ടപ്പെട്ടാൽ അതൊരു പ്രശ്നം തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷെ അതാണ് സാധിച്ചത്. അത് നമുക്ക് കാഷ്വാലിറ്റീസ് ഇല്ലാതെ സാധിക്കും. ഇനി ഇവരുടെ ഈ ഡ്രോൺ ആക്രമണത്തിന് എതിരായിട്ട് ഭാരതം ചെയ്തത് അവരുടെ ആദ്യം തന്നെ അവരുടെ ഈ ഏരിയൽ വെഹിക്കിൾ ഡിറ്റക്ഷൻ സിസ്റ്റം ആ റഡാറുകളെല്ലാം അടിച്ചു കളിച്ചു. ആദ്യം ലഹോറിൽ അടിച്ചു, നമ്മൾ ലഹോറിൽ അടിച്ചു, റാവൽപിണ്ടിയിൽ എന്ന് പറഞ്ഞാൽ അവരുടെ ഇതിന്റെ ബേസാണ്. റാവൽപിണ്ടിയിൽ അടിച്ചു, ഇസ്ലാമാബാദിൽ അടിച്ചു. ആദ്യത്തെ അറ്റാക്ക് ഉണ്ടായിരുന്നപ്പോൾ കറാച്ചിയിൽ അടിച്ചു. എന്നാലും അതിന് മാപ്പ് പുറത്തു വിട്ടിട്ടുണ്ട്, അതിന് കറാച്ചി സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. DGM പുറത്തോട്ട് മാപ്പ് കറാച്ചി ആദ്യം ഡ്രോൺ ചെന്ന് കറാച്ചിയിൽ നമ്മൾ അടിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഉഗ്രശക്തിയുള്ള ബ്രഹ്മോസുകൾ അവർക്ക് F-16 ഉണ്ട്, മോസ്റ്റ് മോഡേൺ. പാകിസ്ഥാന്റെ ജനറൽ പറയുന്നതാണ് ഹൈടെക്. വി ഹാഡ് ഹൈടെക് ഫ്ലൈറ്റ്സ്. ഈ ഹൈടെക് ഫ്ലൈറ്റ്സ് ഉണ്ടെങ്കിൽ ഹൈടെക് ഫ്ലൈറ്റ്സ് പൊങ്ങണ്ടേ, പൊങ്ങാനുള്ള സ്ഥലം വേണ്ടേ? നമ്മൾ അവരുടെ റൺവേ എല്ലാം അടിച്ചു കളഞ്ഞു. അതിനകത്ത് വീഡിയോ ഇന്നലെ DGM പറഞ്ഞു, വലിയ കുഴിയാണ്, വലിയൊരു കുഴിയാണ്. ആ കുഴിക്കകത്ത് അമ്മായി പൊക്കം പെടുത്ത അടിച്ചു കളഞ്ഞു. ഇതെല്ലാം വായിക്കണം. ഇന്ത്യയുടെ അതിശക്തമായ പ്രഹരം താങ്ങാനാവാതെ അടികൊണ്ടു പെരണ്ട് ഓടി അമേരിക്കയുടെ അടുത്ത് നിന്ന് ട്രംപിനോട് പറഞ്ഞു, കൊണ്ടെണ്ണ രക്ഷിക്കണം. അതെ, അടികൊണ്ട് ചുരുണ്ടു പറഞ്ഞു. അടികൊണ്ട് ചുരുണ്ട് കഴിഞ്ഞപ്പോ ഒമാരി എന്ന് ട്രംപിന്റെ അടുത്ത് പറഞ്ഞു, അണ്ണാ രക്ഷിക്കണം. അതെ, ചൊറിഞ്ഞത് മതിയായി എന്ന് മനസ്സിലായി. അതെ, എന്തായാലും ആയി. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞപ്പോ നമ്മൾ ഓക്കെ ഫൈൻ, അവരുടെ DGM നമ്മുടെ DGMനെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് തീർത്താം. നമ്മൾ ഓക്കെ, നമ്മൾ ആദ്യം മുതലേ പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് നിങ്ങളെ അടിക്കണമെന്ന്. അവരുടെ 50 സൈനികരോളം മരിച്ചു. സൈനികർ, ടെററിസ്റ്റ് അല്ല, ടെററിസ്റ്റ് 3 പേര്, പക്ഷെ 50 സൈനികരോളം മരിച്ചു. നമുക്ക് അവരുടെ സൈനികരെ കൊല്ലണം ഒരിക്കലും. പക്ഷെ അവർ നമുക്ക് ചോദിച്ചപ്പോൾ നമുക്ക് പിന്മാരിക്കാൻ പറ്റൂ. ഈ തെറി പറഞ്ഞ വഴി കൂടെ പോകുന്ന നമ്മള് പിടിച്ച് തടി കൊടുത്തിട്ട് വിടും. അവനത് തെറി പറയാൻ ഇരിക്കണം, അത്രേ ഉള്ളൂ കാര്യം. അപ്പോ അതാണ് എന്റെ കാര്യം. അപ്പൊ അതിനുവേണ്ടി അവൻ നമ്മൾ ഷാർട്ടാക്കാൻ വീണു. അതാണ് ഇതിന്റെ ഒരു ലൈൻ പോയി തീർത്തു. അങ്ങനെ നമ്മൾ പറഞ്ഞു. കോമഡി എന്ന് പറഞ്ഞാൽ മറ്റൊരു കാര്യങ്ങൾ കോമഡി ആയിട്ട് നടക്കുന്നുണ്ട്. ട്രംപ് ഇവരെ വിട്ട് ഇന്ത്യ ഇത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒരു പ്രസ് മീറ്റ് വിളിക്കുന്നതിന് 1.5 മണിക്കൂർ മുമ്പേ ട്രംപ് ചാടി വരും. എല്ലാം കോമഡി, ഞാൻ പറഞ്ഞ എല്ലാം കോംപ്രമൈസ് ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ട്വീറ്റ് ഇട്ടു. ഞാൻ കോമഡി പറഞ്ഞാൽ ഇന്ത്യ ഒരിക്കലും ട്രംപിനോട് പറഞ്ഞില്ല, ഇടയ്ക്ക് പറയാം ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്ക് അറിയാം. താൻ പോടൂ, താൻ ഇതിനകത്ത് ഇടയ്ക്ക് കയറണ്ട, ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്ക് അറിയാം. നിങ്ങളെ ഒരു ട്രംപിന് ഇതിനകത്ത് അമേരിക്കയുടെ പലതായ കാര്യങ്ങളുണ്ട്. നമ്മൾ നമ്മുടെ F-16 വിമാനങ്ങൾ അടിച്ചിട്ടുണ്ട്, നമ്മുടെ ആർമി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വിമാനങ്ങളും പോയിട്ടുണ്ട്. ശരിയാണ്. അദ്ദേഹം പറഞ്ഞ യുദ്ധമാകുമ്പോൾ അപ്പുറം ഇപ്പുറം നഷ്ടങ്ങൾ സംഭവിക്കും. ദാറ്റ് ഈസ് ഫൈൻ. നമ്മൾ റഫേൽ അടിച്ചാലും സുഖം അടിച്ചാലും നമുക്ക് വിഷയമല്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ആർമിയുടെ DGM പറഞ്ഞൊരു എയർഫോഴ്സ് DG പറഞ്ഞൊരു കാര്യമുണ്ട്. ഫ്ലൈറ്റ്സ് പോയിട്ടുണ്ടായിരിക്കും, പക്ഷെ ഞങ്ങളുടെ എല്ലാ പൈലറ്റുമാരും തിരിച്ചു വന്നിട്ടുണ്ട്. അതിന് 2 അർത്ഥമുണ്ട്. ഞങ്ങളുടെ എല്ലാ പൈലറ്റുമാരും തിരിച്ചു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിന്റെ കുറെ പൈലറ്റുമാരെ പാകിസ്ഥാന്റെ കൊടിയിൽ മടക്കി കെട്ടി തിരിച്ചു വിട്ടിട്ടുണ്ടെന്ന് അർത്ഥം. ഈ 45 പേര് ഉൾപ്പെടുന്നവൻ ഞങ്ങളെല്ലാവരും തിരിച്ചു വന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം അസന്നിഗ്ധമായിട്ട് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിന്റെ ആളെ പാകിസ്ഥാന്റെ കൊടിയിൽ പൊതിഞ്ഞ് തിരിച്ചു വിട്ടിട്ടുണ്ടെന്ന് തന്നെയാണ്. അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ എന്തെങ്കിലും ആട്ടെ, അപ്പൊ നമ്മുടെ എല്ലാവരും നമുക്ക് നമ്മളൊരു കഴിഞ്ഞ ദിവസം കാമത്തിന്റെ ഒരു ട്വീറ്റ് ഞാൻ കിട്ടും. അവന്മാരെ IMF ലോൺ എടുത്തിരിക്കുന്നത് $1 ബില്യൺ. കാമത്ത് പറഞ്ഞു, ഞാനും എന്റെ കൂട്ടുകാരനും കൂടെ ഒന്ന് തുനിഞ്ഞിറങ്ങിയാല് അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ സ്വന്തമായിട്ട് റേസ് ചെയ്യും $1 ബില്യൺ.
ഭാരതത്തിൽ അത് ഇന്നലെ വേറെ പറയാണ് യു പി ഐയിൽ നിന്ന് യു പി ഐയിലോട്ട് വന്നപ്പോൾ UPI യൂണിഫൈഡ് പേയ്മെന്റ് നമ്മളെ ഗൂഗിൾ പേ UPI വന്നപ്പോൾ നമുക്ക് $1 ബില്യൺ നമുക്ക് UPI ചെയ്ത് കൊടുക്കുന്ന എമൗണ്ട് ഉള്ളൂ. ഇറ്റ് ഈസ് പോക്കറ്റ് ചേഞ്ച് ഫോർ ഇന്ത്യ ആണ്. പോക്കറ്റ് ചേഞ്ച് ആണ്. നമ്മൾ റഷ്യ ആയിട്ട് ചെയ്യുന്നത് ഏകദേശം $100 ബില്യൺ അടുത്തുള്ള കച്ചവടമാണ് നമ്മൾ ഒരു വർഷം റഷ്യയായിട്ട് മാത്രം ചെയ്യുന്നത്. റഷ്യയായിട്ട് മാത്രം. നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ്. ഹൺഡ്രഡ്സ് ഓഫ് ബില്യൺസ്. നമ്മുടെ you can just imagine we are the fourth biggest economy in the world. നാലാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് ഭാരതം. ആ ഭാരതത്തിന് ഇവന്മാരുടെ ഈ 1 കിലോ ആട്ടയ്ക്ക് അത് ഇത് തന്നെയല്ലേ യുദ്ധം. നമ്മൾ വേണ്ട ഇവന്മാരെ വിട്ടേക്കാന്ന് വെച്ചിട്ട് പല കാര്യങ്ങളുള്ളൂ. നമ്മുടെ യുവരാജ് ഗ്രൂപ്പിൽ കീഴിൽ പറഞ്ഞതുപോലെ 1 കിലോ ആട്ടയ്ക്ക് വേണ്ടി തെണ്ടി നടക്കുന്നവന്മാരുടെ അടുത്ത് അവന്മാർക്ക് നഷ്ടപ്പെടാൻ 1 കിലോ ആട്ടയേ ഉള്ളൂ. ഭാരതത്തിന് നഷ്ടപ്പെടാനിരിക്കുന്നത് ഭാരതത്തിന്റെ വികസിത ഭാരതം എന്ന സ്വപ്നമാണ്. ഈ അലപലാദികളോട് അടികൂടി നമുക്ക് നഷ്ടപ്പെടുത്താൻ കഴിയുന്നില്ല. വോട്ട് പുല്ല് അതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്. വോട്ട് ഇവന്മാർ എവിടെയാന്ന് വെച്ചാൽ ഈ ചത്ത് വെളിച്ചോട്ടെന്ന് പറയുന്നത് ആ ഒരു ഫീലിംഗ് ആണ് അമ്മമാരെ വെറുതെ ഉള്ളത്. എന്തിനാ നമ്മള് അപ്പം ട്രംപ് അതിൻ്റെ ഇടയ്ക്ക് കയറി ചെയ്യാൻ നോക്കി. ഭാരതം വ്യക്തമായിട്ട് പറഞ്ഞു ഞങ്ങൾ ആരോടും സപ്പോർട്ട് ചോദിച്ചിട്ടില്ല, ഞങ്ങൾ അവരുടെ വീഡിയോസും ചോദിച്ചിട്ടില്ല ചെയ്തു. പാകിസ്ഥാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാൻ സംസാരിച്ചോളാം. പിന്നെ BGM വന്നു. തെളിവുകൾ നമ്മൾ കൃത്യമായിട്ട് കാണിക്കുകയാണ്. അവര് പാകിസ്ഥാന്റെ DGM കാണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആയിരത്തക്കിന്റെ വീഡിയോ പാകിസ്ഥാൻ തകർന്നു എന്ന് പറഞ്ഞ വീഡിയോ ആയിരത്തക്കിന്റെ വീഡിയോ എടുത്ത് അതിനകത്ത് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഭാഗം കട്ട് ചെയ്ത് അവർ പറയുന്നത് ഇന്ത്യ തകർന്ന കാര്യം ആയിരത്തക്ക് റിപ്പോർട്ട് ചെയ്തു. അതാണ് അവരുടെ തെളിവ്. പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയോട് ചോദിച്ചു നിങ്ങൾ ഫ്ലൈറ്റ് വെടിവെച്ചിട്ടെന്ന് പറയുന്നു. തെളിവ് എന്തെന്ന് ചോദിച്ചു. സോഷ്യൽ മീഡിയയിലുണ്ടെന്നാണ് പറയുന്നത്. ഇയാൾക്കൊക്കെ നാണം. ഭാരതം അങ്ങനെയല്ല. ഓരോ പിക്ചർ ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ചേഴ്സ് ഹൈ റെസൊല്യൂഷൻ പിക്ചേഴ്സ് ഒക്കെ ഭാരതം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഇതായിരുന്നു മുമ്പ്, ഇതായിരുന്നു ഇപ്പോ. തകർത്തടിച്ച് വിട്ടു കരിച്ചു വിട്ടു. അങ്ങനെ അവന്മാരെ നശിപ്പിച്ച് തെളിവുകളോടുകൂടി നമ്മൾ അവന്മാരെ തീർത്തു. ഇനിയാണ് ഇനി ഇൻട്രസ്റ്റിംഗ് ഭാഗത്തേക്ക് വരുന്നത്. എന്തുകൊണ്ട് ഇവന്മാർ ഇത്രയും പേടിച്ചോടി? അതിനൊരു ഒറ്റ ഉത്തരവേ ഉള്ളൂ. ബ്രഹ്മോസ്. ഇന്ത്യയുടെ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ശബ്ദത്തെക്കാൾ 3 മടങ്ങ് വേഗത്തിൽ പോകുന്ന ക്രൂയിസ് മിസൈൽ അത് ചെന്ന് പതിച്ചത് അവരുടെ പല ഇമ്പോർട്ടന്റ് കേന്ദ്രങ്ങളുമായിരുന്നു. ന്യൂക്ലിയർ ഫെസിലിറ്റീസുകളിലായിരുന്നു എന്നാണ് ഇപ്പൊ നമ്മൾ പറയാൻ വരുന്നത്. അതാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഇന്നലെ പറഞ്ഞത്. ന്യൂക്ലിയർ പവർ ആണെന്നുള്ള ഭീഷണിയൊന്നും ഇങ്ങോട്ടിനി വേണ്ട. നമ്മളെ പിണറായി വിജയൻ പറയുന്നത് ആ കണക്കുള്ള ഭീഷണിയൊന്നും ഇങ്ങോട്ട് വേണ്ട. അതാണ് ന്യൂക്ലിയർ ബ്ലാക്ക് മെയിലിംഗ് ഒന്നും ഇനി ഇങ്ങോട്ട് വേണ്ട, പോയി പണി നോക്കാൻ പറഞ്ഞു. അതായത് ഇനി ഇത് ഇന്ത്യ സമ്മതിക്കാത്ത, അതിന് സമ്മതിക്കാൻ കഴിയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ. എന്താണ് കിനാര സംഭവിച്ചത്? കിനാര കുന്നുകളിൽ എന്ത് സംഭവിച്ചു? ഇന്നലെ കിനാര കുന്നുകളെ കുറിച്ച് BGMയോട് എയർഫോഴ്സ് BGMയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അവിടെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ഉണ്ട്. പുള്ളി ചിരിച്ചോണ്ട് കളിയാക്കി ചിരിച്ചോണ്ട് പറഞ്ഞു അയ്യോ അവിടെ വിശുദ്ധുണ്ടായിരുന്നു, ന്യൂക്ലിയർ ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അതിന് അർത്ഥം എന്താ? അവർക്കറിയുന്നു, അടിച്ചു കളിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് തിയറികൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ന്യൂക്ലിയർ സാധനം ഉണ്ടായിരുന്നു. അതിന് മല തുറന്ന് അതിൻ്റെ അകത്ത് ന്യൂക്ലിയർ സ്റ്റോക്ക് പൈൽ വെച്ചേക്കുന്നു. പല സ്ഥലങ്ങളും കാണും. അതിനകത്ത് ഏറ്റവും ലീഡറായിട്ടുള്ള സാധനം വെച്ചത് നമ്മുടെ ബ്രഹ്മോസ് എന്ന് അതിന്റെ മൂട്ടിലടിച്ചു, മലയടിച്ചു. അപ്പൊ എന്ത് ഈ സാധനങ്ങൾ അതിന്റെ അകത്തിരുന്ന് ലീക്കേജ് വരാൻ തുടങ്ങുന്നതാണ് പറയുന്നത്. പാകിസ്ഥാന് അതായത് ന്യൂക്ലിയർ വെപ്പൺസ് ഇരുന്ന് പൊട്ടത്തില്ല. അത് ഒരു ഡിറ്റണേഷൻ ഓഫ് എ ന്യൂക്ലിയർ വെപ്പൺ ഇസ് എ ഡിഫറെന്റ് തിങ് ഓൾ ടുഗെദർ. അതൊരു മറ്റൊരു രീതിക്കാണ് അത് ചെയ്യുന്നത്. ഇതിപ്പോ ആ സ്റ്റോക്ക് പൈലാണ്. ഓരോ വെപ്പൺസിന്റെ ഡിറ്റണേഷൻ കോമ്പൗണ്ട് വേറെ, ന്യൂക്ലിയർ കോമ്പൗണ്ട് വേറെ ആയിട്ട് വെക്കുന്നത്. അത് ഒരുമിച്ച് ഇത് ചെയ്തിട്ടാണ് നമ്മൾ ഒരു പേലോഡിൽ കയറ്റി വിടുന്നത്. അത് വേറെ ഇരിക്കുന്നു. അതുകൊണ്ട് അവിടെ ഇപ്പൊ നമ്മൾ ബോംബിട്ട് അത് പൊട്ടത്തില്ല. പക്ഷെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ന്യൂക്ലിയർ മെറ്റീരിയൽ പുറത്തു വന്നാൽ ന്യൂക്ലിയർ ലീക്കേജ് സംഭവിച്ചാൽ റേഡിയോ ആക്റ്റീവ്നെസ് സംഭവിച്ചുകൊണ്ടേ. ആ റേഡിയോ ആക്റ്റീവ്നെസ് ആണ് സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ആ റേഡിയോ ആക്റ്റീവ്നെസ്സിനെ
വരുന്നു, പ്രശ്നങ്ങളായി. അവർക്ക് മനസ്സിലായി നമ്മൾ പറഞ്ഞൊരു കാര്യം, ന്യൂക്ലിയർ ഇന്നലെ മോദി പറഞ്ഞത് ഞങ്ങൾക്ക് ഈ ഭീഷണിയൊന്നും ഇങ്ങോട്ട് വരണമെന്ന് ഒന്നാമത്തെ കാര്യം, ഞങ്ങൾക്കറിയാം നിങ്ങളുടെ ഓരോ ബോംബ് ഇരിക്കുന്നവരെയായിരുന്നു, വേണമെന്ന് ഞങ്ങൾ അടിച്ചു. കഴിഞ്ഞ ദിവസം എങ്ങനെയാണോ അടിച്ചിട്ട് അതുപോലെ ഞങ്ങൾ അടിച്ചു. അതാണ് നരേന്ദ്രമോദി ഉദ്ദേശിച്ചത്. വളരെ സിമ്പിളായിട്ട് അതിനെ ഉദ്ദേശിച്ചത്. അപ്പൊ ഇതിനെതിരെ ഇപ്പം ഇതിനകത്ത് പറയുന്നതാണ്, ഇവന്മാർ ഈ വെടിനിർത്തലിന് വേണ്ടിയിട്ട് ഓടി 3:35 10-ാം തീയതി 3:35 ഇവന്മാർ വെടിനിർത്തലിന് വേണ്ടിയിട്ട് ഓടിക്കഴിഞ്ഞ് 3:45 ഓടിക്കഴിഞ്ഞപ്പം വിത്തിൻ 2 hours അമേരിക്കയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എനർജിയുടെ കീഴിലുണ്ടായിരുന്ന ഒരു അൺനെയിംഡ് എയർക്രാഫ്റ്റ്, ഫ്ലൈറ്റ് ഇടാതെ പിള്ളേരെ വിളിച്ചതാണ്, അൺനെയിംഡ് എയർക്രാഫ്റ്റ് അവരുടെ ബേസിൽ ഇറങ്ങുന്നത് എന്തിനാ? അതിന്റെ ആ ഫ്ലൈറ്റിന്റെ ഒരേ ഒരു ഉദ്ദേശം ന്യൂക്ലിയർ റേഡിയേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമാണ്. ന്യൂക്ലിയർ റേഡിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എക്യുപ്മെന്റ്സ് ഫിറ്റ് ചെയ്ത ഒരു എയർക്രാഫ്റ്റ് അവരുടെ ആ ബേസിൽ ചെന്ന് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, അവർക്ക് ന്യൂക്ലിയർ റേഡിയേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുക. ബോംബിട്ടത് ഇനിയാണ് അടുത്ത് കിടിലമായ സ്ഥാനം വരുന്നത്. ഈ പറഞ്ഞതിന് 3 മണിക്കൂറിന് ശേഷം ഈജിപ്തിൽ നിന്ന് മറ്റൊരു കാർഗോ ഫ്ലൈറ്റ്, അൺഷെഡ്യൂൾഡ് കാർഗോ ഫ്ലൈറ്റ്, അതായത് ഷെഡ്യൂൾ ചെയ്യാത്ത കാർഗോ ഫ്ലൈറ്റ് ഒന്നും ഇതേ ബേസിൽ ഇറങ്ങുന്നു. എന്തിനാണ് ഈജിപ്തിൽ നിന്ന് ഫ്ലൈറ്റ് വന്നത്? ഈജിപ്തില് നൈൽ നദിയുടെ സിൽറ്റ്, എന്തുവാ അതിന് മലയാളത്തിൽ പറഞ്ഞ സിൽറ്റ്, ആ എക്കൽ മണ്ണില് ഏറ്റവും കൂടുതൽ സാധനം ബോറോൺ. ഇനി ബോറോൺ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ന്യൂക്ലിയർ റേഡിയേഷൻ തടയാൻ വേണ്ടിയിട്ട് മണ്ടയ്ക്ക് പൊത്താനാണ് ഈ ബോറോൺ ഉപയോഗിക്കുന്നത്. ഒരു വലിയ കാർഗോ ഫ്ലൈറ്റ് നിറച്ച് ബോറോൺ എന്തിനാ അവിടെ നിന്ന് വന്ന് ഇവിടെ ഇറങ്ങി? ബോറോൺ ആണെന്ന് അറിയത്തില്ല. ഒരു ഫ്ലൈറ്റ് അവിടെ നിന്ന് ഇറങ്ങിയല്ലോ, അവിടെ ഉള്ളത് ബോറോൺ, ഇവർക്ക് വേണ്ടതും ബോറോൺ. അപ്പൊ നമുക്കത് എന്തുവാ, വി ആർ ജസ്റ്റ് കണക്ടിങ് ദ ഡോട്ട്സ്. ബോറോൺ ഫ്ലൈറ്റ് വന്നിറങ്ങി, അതിനർത്ഥം എന്താ? അവിടെ ന്യൂക്ലിയർ ലീക്കേജ് സംഭവിച്ചിട്ടുണ്ട്. ഇനിയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു എന്ന് പറയുന്നതിന് ഒരു 15 മിനിറ്റിന് ശേഷം നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർജിയുടെ ഒരു ട്വീറ്റാണ്. അദ്ദേഹം ഒരു ട്വീറ്റ് ഇട്ടേക്കാണ്, ഞാൻ ഈജിപ്തിന്റെ വിദേശകാര്യമന്ത്രിയുമായിട്ട് സംസാരിച്ചു, വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ഇപ്പോഴത്തെ കാര്യങ്ങളെ അദ്ദേഹത്തെ ധരിപ്പിച്ചു, അടുത്ത മാസം ഞങ്ങൾ കാണുന്നുണ്ട്, കൂടുതൽ ചർച്ചകൾ ചെയ്യും. അദ്ദേഹം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞാൻ കേട്ടി വിട്ടിട്ടുണ്ട് കേട്ടോ, ഫോൺ വിളിച്ച് പറഞ്ഞു. അദ്ദേഹം വേറെ ഒന്നും പറഞ്ഞില്ല, ഇത്രേ പറഞ്ഞു. ഇഫ് യു കണക്ട് ഓൾ ദീസ് 3 ഡോട്ട്സ്, നമുക്ക് സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും, നമ്മൾ അവന്മാരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റി അടിച്ചിരുന്നു. ആ അടി കൊണ്ടപ്പോഴാണ്, ആ അടി അവിടെ വീണപ്പോഴാണ് അവർക്ക് പേടിയായത്. ഞങ്ങൾ ഇനിയും കളിച്ചാൽ, ഞങ്ങൾ ഇനി നോക്കി നിന്നാൽ എല്ലാം കൂടെ മേളിട്ടൊരു മൊത്തത്തിലൊരു അന്തരം നശിക്കും. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യമുണ്ട്, ഇനിയും പാകിസ്ഥാന്റെ സൈഡിൽ എന്തെങ്കിലും ഒരു തീവ്രവാദ ആക്രമണം ഭാരതത്തിലേക്ക് വന്നാൽ അത് ഒരു യുദ്ധ പ്രഖ്യാപനമായിട്ട് ഞങ്ങൾ കണക്കാക്കത്തുള്ളൂ. പിന്നെ ഞങ്ങൾ യുദ്ധം തുടങ്ങും. ഫൈനൽ വാർണിംഗ് ആണ്. സോ ഓപ്പറേഷൻ സിന്ധു ഈസ് റൈറ്റ് നൗ ദ ന്യൂ നോർമൽ. അതാണ് നോർമൽ. എന്താണോ നമ്മളിപ്പോൾ ചെയ്യുന്നത് അതാണ് നോർമൽ. അങ്ങനെ ഭാരത പൗരന്മാരെ മൊത്തത്തിൽ അടിച്ച് പപ്പടമാക്കി. കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ മാധ്യമങ്ങളോട്, അവിടുത്തെ നാട്ടുകാരോട് ഇവന്മാർ പറഞ്ഞേക്കുന്നത് അമ്മാരെ ജയിച്ചത് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ജയിച്ചു എന്ന് പറഞ്ഞ അമ്മാര് റാലി ഒക്കെ നടത്തും. അമ്മാർ എന്തുകൊണ്ടെന്ന് പറയും, അമ്മാർ എന്ത് പണ്ടൊക്കെ അതെ വീഡിയോ ഉണ്ട്. അഫ്രീദിയൊക്കെ ഇതിനെ ജയിച്ചു എന്നുള്ള വീഡിയോ അമ്മാർ എന്തുകൊണ്ടും കാണിക്കും. നമുക്കത് വിഷയമല്ല. ഞങ്ങളെ വെറുതെ വിടുക. ഞങ്ങൾക്ക് ആഗ്രഹങ്ങളുള്ള ആൾക്കാരാണ്. ഇല്ല, നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ ഒന്നുമല്ല. നിങ്ങൾ എന്ത് വേണമെന്ന് അവിടെ കാണിച്ചു. നിങ്ങൾ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുവോ, കുത്തിക്കൊല്ലുവോ, ജയിലിടുവോ, പിടിച്ചോണ്ട് പോവോ, കൊല്ലുവോ, എന്താണെന്ന് ചെയ്തോ. നിങ്ങൾ ജാഥ നടത്തു, കാർ കൊടുക്കൂ, ക്രിക്കറ്റ് കളിക്കണേ ക്രിക്കറ്റ് കളിക്കും. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാണിച്ചു. ഞങ്ങൾ എന്തിനും ഇങ്ങനത്തെ ഇടപെടും? ഈ ഞങ്ങളെ ഇടപെടുത്തി കഴിഞ്ഞാൽ ഞങ്ങളെ തല്ലിയെന്ന് പറഞ്ഞ ലോകം മുഴുവൻ കാണുന്നത്, ഇന്ത്യ ഒരു അഗ്രസരാണെന്ന് ലോകം മുഴുവൻ കാണുന്നത് കാര്യമില്ല. ഞങ്ങളെ വെറുതെ വിടും. ഞങ്ങൾക്ക് ആഗ്രഹങ്ങൾ വലുതാണ്. വിശ്വബന്ധുവാകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹം. ഞങ്ങൾ ലോകത്തെ എല്ലാവരെയും നല്ലവരാക്കണമെന്ന് ആഗ്രഹം. ലോക സമസ്ത സുഖനുഭവം, എല്ലാവർക്കും സുഖം വരുത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹം. നിങ്ങൾ ആ ഫ്രെയിമിലേ ഇല്ല. ഞങ്ങൾക്ക് ഫ്രണ്ട് നിങ്ങളൊന്നും അല്ല. നിങ്ങളത് മനസ്സിലാക്കണം. വി ആർ ദ 4th largest economic power of the world. നിങ്ങൾ
$1 ബില്യൺ വേണ്ടിയിട്ട് ഇവിടുത്തെ ഏതെങ്കിലും ഇൻവെസ്റ്ററിന്, ഇന്ത്യയിലെ ഒരു സാധാരണ ബിസിനസ്, ഒരു ഇൻവെസ്റ്റർ ബിസിനസ്സുകാർക്ക് 48 hours 48 മണിക്കൂർ കൊണ്ട് മേടിച്ചെടുക്കാവുന്ന ഫണ്ടിങ് ആണ് $1 ബില്യൺ എന്ന്. ആ പൈസക്ക് വേണ്ടിയിട്ട് IMFന്റെ മുമ്പിൽ തെണ്ടി പാത്രമായിട്ട് പോയി തെണ്ടുന്ന ഒരു രാജ്യമാണ് നിങ്ങൾ. പിച്ചെടുക്കുന്ന രാജ്യമാണ് നിങ്ങൾ. നിങ്ങൾ ഞങ്ങളെ മുമ്പിൽ ഒന്നുമല്ല. നിങ്ങൾ ഞങ്ങൾക്ക് ഒരു മാച്ച് അല്ല. അതെ, അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് വേറെ കാര്യമുണ്ട്. നമ്മൾ ആദ്യം തല്ലും, ഒരു തെറി പറഞ്ഞു തല്ലിട്ട് പറഞ്ഞു. ഡെയിലി തല്ലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വിചാരിക്കാൻ ഓട്ടം വിചാരിക്കും, ഇട്ട് പോകാൻ പറയും. പോടാ തരത്തിപ്പ് കളിയിടാന്ന് പറയും. വിളിച്ചോട്ട് പോടാ. ആ ഒരു സ്കീമാണ്. ഭാരതത്തിന് ഇതൊരു വിഷയമേ അല്ല. അപ്പൊ അതാണ് അതിന്റെ ഒരു ജനറൽ. പിന്നെ ഒരു കാര്യം, നമ്മുടെ ഇതിഹാസങ്ങൾ പറയുന്ന പോലെ നമ്മുടെ പെണ്ണുങ്ങളുടെ ഇതിഹാസങ്ങൾ രണ്ടും ഉണ്ടായത് ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ, കണ്ണീർ ഭൂമിയിൽ വീണാൽ നമ്മളതിന് അത് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അവരൊരു യുദ്ധപ്രഖ്യാപനം, അവരാണ് യുദ്ധപ്രഖ്യാപനം നമ്മളത്. പാവപ്പെട്ട കല്യാണം കഴിച്ച് മധുവിധു ആഘോഷിക്കാൻ പോയ ഒരു പെണ്ണിനോട് ഭർത്താവിനെ സ്വന്തം മുൻപിൽ വെച്ച് പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ചതിന് ശേഷം പറഞ്ഞു, നീ പോയി മോദിയോട് പറ. അപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞു, മോളെ ഞാൻ കേട്ടു, നിന്റെ സിന്ദൂരം മായ്ച്ചവൻ ഏതവനാണെങ്കിലും അവന്റെ വീട്ടിൽ കയറി അവന്റെ കുടുംബത്തെ മുഴുവൻ തകർത്തിരിക്കും. അത് തന്നെയാണ് ചെയ്തത്. അവന്റെ വീട്ടിൽ ചെന്ന അവനല്ലാണ്ട് ബാക്കിയുള്ളവന്മാരില്ല, അവനെ കൊല്ലണ്ട, അവൻ ബാക്കിയുള്ളവൻ രക്ഷപ്പെട്ടു. അവന്റെ വീട്ടിലുള്ള എല്ലാവരെയും അവനല്ലാണ്ട് എല്ലാത്തിനെയും തീർത്തു. അത് കാവ്യനീതിയാണ്. അത് ലോകം കൊടുത്ത ഒരു നീതിയാണ്. അയാള് മരിച്ചതിനേക്കാളും വലിയ സാധനമായി കിട്ടിയിരിക്കുന്നത്. അയാളുടെ കുടുംബം നശിച്ചു, എല്ലാം. അതെ, അവന്റെ വേരർത്തു. തലമുറകൾ തീർത്തു. അവൻ എത്ര കാര്യമാണെന്ന് അത്രയും കാര്യമാനും തീർന്നു കിട്ടി. അവൻ എത്ര സന്തതി ഉണ്ടാകുന്ന അത്രയും സന്തതികളും തീർന്നു കിട്ടി. അതാണ് ചെയ്തത്. ഭാരതത്തിലെ സ്ത്രീയുടെ വില അളക്കാനൊന്നും ഇവിടെ ഒരിക്കലും ആയിട്ടില്ല. അത് പണ്ട് തൊട്ടേ അങ്ങനെയാണ്. എന്ന് തൊട്ടാണെങ്കിൽ പണ്ട് തൊട്ടേ അങ്ങനെയാണ്. അതിനൊരു ഉത്തമ ഉദാഹരണമായിട്ട് മാറി. പിന്നെ ഇങ്ങോട്ടും ചൊറിഞ്ഞാൽ മാന്തു എന്നാലും നമ്മൾ ആദ്യം പറഞ്ഞു. ഇപ്പൊ മാന്തു വരെ ചെയ്തത്. ഇങ്ങോട്ട് ചൊറിഞ്ഞാൽ കൈയും കാലും തല്ലി ഒടിച്ച് മൂലിക്കിടും. അതാണ് നമ്മൾ ചെയ്തത്. പിന്നെ അത് പൊളിറ്റിക്സിലേക്കോ കോൺഗ്രസ് പറഞ്ഞ കാര്യങ്ങളിലേക്കോ ഇവരൊക്കെ ഒരുപാട് അറിയാതെ കാര്യങ്ങൾ പറഞ്ഞു. ഇത് കഴിഞ്ഞ ഉടനെ സീസ് ഫയർ നടത്തിയ ഉടനെ നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുള്ള രാജ്യമാണ്. ഇന്ദിരാഗാന്ധി ഈ ഇന്ദിരാഗാന്ധി ആണെങ്കിൽ അവിടെ പോയി തല്ലിയത്, ഇന്ദിരാഗാന്ധിയാണ് അവരെ പോയി കൊന്നതിന് എന്ന് പറയുന്നത് ഇവന്മാര് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവന്മാര് തന്നെയാണ് തലേന്ന് വരെ പറഞ്ഞുകൊണ്ടിരുന്നത്, അയ്യോ ഞങ്ങളെ പാകിസ്ഥാനി സഹോദരന്മാരെ അവിടെ കൊല്ലുന്നേ, നമുക്ക് വേണ്ട സമാധാനമാണ്. ഇവന്മാരൊക്കെ ഇരട്ടത്താപ്പ്, ഡബിൾ ഡാഡ് പരിപാടിയാണ് ഇവന്മാരൊക്കെ കാണിക്കുന്നത്. ഇവന്മാർ വെളുമാര് നോട്ട് പുട്ടിംഗ് ഇറ്റ് ഓൺ വൺ സിംഗിൾ ജെൻഡർ എല്ലാവരും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവന്മാർക്കൊക്കെ കടി കൊടുത്ത് കഴിഞ്ഞപ്പോൾ സമാധാനം. ഇനിയിപ്പം നമ്മുടെ ഇന്ദിരാഗാന്ധിയെ കുറിച്ച് ഇവർ പറയുന്ന പല കാര്യങ്ങളുമുണ്ട്. ഇന്ദിരാഗാന്ധി ആയിരുന്നു ചെയ്തതിന്, ഇന്ദിരാഗാന്ധി ആയിരുന്നു എന്ത് ചെയ്യുന്നു? ഏകദേശം 50,000 കൂടുതൽ പട്ടാളക്കാർ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. 72 യുദ്ധത്തിൽ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു, നമ്മുടെ ബന്ധുക്കളായിട്ടുണ്ടായിരുന്നു. അവരെ ഫ്രീ ആയിട്ട് വിട്ടുകൊടുത്തു. നമ്മുടെ 80 കൂടുതൽ പട്ടാളക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവരെ ഇങ്ങോട്ട് കിട്ടിയില്ല. ഇവരെ ഈ പട്ടാളക്കാരെ എവിടെ വെച്ചിട്ട് പറയാൻ, ഞങ്ങൾക്ക് പാക് ഒക്കുപ്പൈഡ് കാശ്മീർ നിങ്ങൾ ഒക്കുപ്പൈ ചെയ്തിരുന്ന കാശ്മീർ ഞങ്ങൾക്ക് തിരിച്ചു തരണം, എന്നാൽ ഇവരെ വിട്ടു തരത്തുള്ള പറയാനോ അതിനുള്ള ധൈര്യം കാണിക്കണം. ഇവരെ ഫ്രീ ആയിട്ട് വിട്ടുകൊടുത്തു. നമ്മുടെ പാവപ്പെട്ട പട്ടാളക്കാരെ അവന്മാര് തിരിച്ചു തന്നില്ല, അവന്മാരെ ദ്രോഹിച്ച് അവിടെ പോകുന്നു. ഇതാണോ ഇവര് പറയുന്ന നഷ്ടമുള്ള സ്ഥിതി? ഇതൊന്നും വേണ്ട, പോട്ടെ. യുദ്ധ സാഹചര്യത്തിൽ യുദ്ധത്തിന്റെ സമയത്ത് അവരതിനെ മുതലെടുത്തില്ല എന്നുള്ളൊരു നല്ല കാര്യമായിട്ട് ഞാൻ അതിനെ മുതലെടുക്കും. പോട്ടെ.
പാകിസ്ഥാൻ ആദ്യമായിട്ട് അണുവായുധം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് രണ്ട് തവണ ഉണ്ടായിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ഇസ്രായേലിൽ നിന്ന് ഇത് ഹരിയാനയിൽ നിന്ന് വന്ന നമ്മുടെ ട്വിറ്റർ അക്കൗണ്ട് വ്യക്തമായിട്ട് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് ചെയ്യാം അദ്ദേഹത്തിന്റെ സ്ക്രീൻഷോട്ട് വ്യക്തമായിട്ട് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവര് വലിയ കമ്പിയാണ്, സിമെന്റ് ആണ്, കമ്പിപ്പാലയാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇവര് ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ നമ്മുടെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ പാകിസ്ഥാന്റെ സാധനം ഉണ്ടാക്കുന്നു, ഞങ്ങൾ പാകിസ്ഥാനിൽ കയറി അവന്മാരെ അടിച്ചോളാം, അവന്മാർക്ക് അണുവായുധം ഉണ്ടാക്കാൻ പറ്റാണ്ടാക്കിക്കോളാം, ഞങ്ങൾ കയറി അടിച്ചോളാം, ആകെ നിങ്ങൾ ചെയ്യേണ്ടത് തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് ഫ്യൂൽ അടിക്കാൻ സഹായിക്കുക. ഇന്ത്യയിൽ വന്നിട്ട് മൊത്തത്തിലുള്ള ഫ്യൂൽ ഇല്ല, അടിക്കും തീർക്കും, ഇവിടെ ഒന്ന് ലാൻഡ് ചെയ്യും, ഞങ്ങൾക്ക് ഫ്യൂൽ അടിക്കാൻ ഞങ്ങൾക്ക് തിരിച്ചോളാം. ഇത്ര പറഞ്ഞു. ഇവർ സമ്മതിച്ചില്ല. ഇവരത് സമ്മതിച്ചിരുന്നെങ്കിൽ നമ്മൾ പോലും പറയാണ്ട് ഇസ്രായേലിൽ തീർത്തന്നെ ഇവന്മാരുടെ അണുവായുധങ്ങൾ. ഇപ്പോഴീ അണുവായുധം കൊണ്ട് ഇവന്മാരുടെ ഒരു ചൂതാട്ടം ഉണ്ടല്ലോ, അത് നടക്കത്തില്ലായിരുന്നു. ഇതിനെതിരെ നിന്ന് ഞങ്ങളുടെ പറയുന്നില്ല, അത് ഉണ്ടാക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു ഇസ്രായേൽ ഈ കാര്യങ്ങൾ തന്നെ ഇറാനിൽ ചെയ്തിട്ടില്ലേ? ഇറാനിൽ കയറി അവരുടെ സാധനങ്ങൾ അടിച്ചിട്ട് ചരിത്രമുള്ള ഇസ്രായേല് അതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. ഇസ്രായേലിനെ എങ്ങനെയാണോ ഞങ്ങൾ അണുവായുധം ഉണ്ടാക്കാൻ സമ്മതിപ്പിക്കാഞ്ഞത്, അതുപോലെ തന്നെ പാകിസ്ഥാനെ ഞങ്ങൾ സമ്മതിപ്പിക്കത്തില്ലെന്നാണ് പറഞ്ഞത്. ഇസ്രായേൽ എത്ര പറഞ്ഞത് ഞങ്ങൾ ചെയ്യാം, നിങ്ങളൊന്ന് കൂടെ നിന്ന് തന്നാൽ മതി. പക്ഷെ നമ്മുടെ സോ കോൾ അയൺ ലേഡി സമ്മതിച്ചിരുന്നെങ്കിലും ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. ഇവന്മാരുടെ ഈ ലോക്കൽ ചട്ടമ്പിത്തരവും നടക്കത്തില്ലായിരുന്നു. ഇത് ചെയ്തിട്ടാണ് പറഞ്ഞത് അവരായത് അങ്ങനെ ചെയ്തേനെന്ന്. അവരുടെ മരുമോളായിരുന്നല്ലോ 2008 ഇവിടുത്തെ വെല്ലുവിളി. അവരുടെ കൊച്ചുമോനായിരുന്നല്ലോ അന്നത്തെ സമയത്ത് ഇവിടുത്തെ MP-യും പ്രൈം മിനിസ്റ്റർ വരെ ഒപ്പിട്ട ഓർഡിനൻസുകൾ വലിച്ചു കയറാൻ കഴിവുള്ള വലിയ ആളായിരുന്നല്ലോ. അവരെന്നെയായിരുന്നു ഇവിടെ പവറിലിരുന്നത് 2008. ഭാരതത്തിൽ കയറി ഭാരതത്തിന്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിറ്റിയായ ബോംബെയിൽ വന്നിട്ട് ആൾക്കാരെ വെടിവെച്ച് കൊന്നപ്പോ ചെയ്തെന്താ? വി വിൽ ടോക്ക്. അന്ന് കയറി അടിക്കുക. അതിനുശേഷം നമ്മുടെ അന്നത്തെ ആർമി ജനറൽ ആയിട്ടുള്ള ആൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പറഞ്ഞ വി ഹാവ് എ പ്ലാൻ, വി വിൽ ഹിറ്റ് ദം. അയ്യോ വേണ്ട, ഞങ്ങൾക്ക് പേടിയാ. രാഷ്ട്രീയ ഇച്ഛാശക്തി ഇല്ലാത്ത ഈ അലവലാദികളാണ് ഇപ്പൊ പറയുന്നത്. അവരായിരുന്നെങ്കിൽ ഞങ്ങൾ അതിനെ കാണിച്ചു തരാം. അതാണ് ചിരിപ്പിക്കാണ്ട പോളും. ഐ തിങ്ക് നമ്മളെല്ലാം ഒരു വട്ടത്തിൽ ഒരു റീക്യാപ്പ് കവർ ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് തിങ്. Thank you so much. Please like, share and subscribe, and do come back for more videos like this.